ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസമായിട്ട് ഞാൻ ഫാമിലി വ്ളോഗ്സാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് നമ്മുടെ പഴയതിലേക്ക് പോകാം. ഇന്ന് ഒരു ജ്വല്ലറി മേക്കിംഗ് റിലേറ്റഡ് ആയിട്ടൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഇന്ന് ഞാൻ ഗുങ്കുരു മേക്കിംഗ് ആണ് കാണിക്കാൻ പോകുന്നത്. ഇത് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, എങ്ങനെയാണ് ഗുങ്കുരു ഉണ്ടാക്കുന്നതെന്ന്. എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട്, അറിയാവുന്നവർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പൊക്കോളൂ. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഗുങ്കുരു മേക്കിംഗ് എന്ന് നോക്കാം. ഇപ്പോൾ ഗുങ്കുരൂസ് ആണെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ പല കളേഴ്സിൽ പല ഡിഫറെൻറ്റ് ഷേപ്പിലൊക്കെ അവൈലബിൾ ആണ്. അത് ഓരോന്ന് ഗ്രാംസിൻ്റെ വെയിറ്റ് അനുസരിച്ച് ഇപ്പോൾ 1 ഗ്രാമിന് 3 രൂപ, അങ്ങനെ റേറ്റ് അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ഉണ്ടാക്കുന്ന ജ്വല്ലറിക്ക് മാച്ചായിട്ടുള്ള ബീഡ്സൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഗുങ്കുരു മേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ബ്ലൂ, ഗ്രീൻ, റെഡ് അങ്ങനെ ഒത്തിരി ഷെയ്ഡ്സും ആണ് മെയിനായിട്ട് നമുക്ക് മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടുന്നത്. അതൊക്കെ കഴിഞ്ഞ് നമുക്ക് പിങ്ക്, അതുപോലെ 2 ഷെയ്ഡ്സൊക്കെ യൂസ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് അവൈലബിൾ ആയിരിക്കില്ല. അതുകൊണ്ടാണ് നമ്മളിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാൽ കുറച്ചുകൂടി ബെറ്റർ. നമുക്കിഷ്ടമുള്ള കളേഴ്സിലും ചെയ്തെടുക്കാം. അതുപോലെ കുറച്ചും കൂടി ലാഭവും കൂടി ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് ഹെഡ് പിൻ. ഗുങ്കുരു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇതും ഗ്രാം അനുസരിച്ചാണ് നമുക്ക് മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടുന്നത്. അതുപോലെ തന്നെ ഓൺലൈനിൽ നമുക്ക് ഈ ഹെഡ് പിൻസ് മേടിക്കാൻ കിട്ടും. അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്യുമ്പോൾ ഒരു 150 റുപ്പീസിന് ഓൺലൈനിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ അതും അതുപോലെ നമ്മളിപ്പോൾ ഷോപ്സിലൊക്കെ പോയി മേടിക്കുമ്പോൾ അതും ഒരു 150 റുപ്പീസിന് മേടിച്ച് നോക്കി രണ്ടും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴല്ലേ നമുക്കതിൻ്റെ ഡിഫറൻസ് അറിയാൻ പറ്റും. ഇപ്പം ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ എനിക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതാണ് ലാഭം, അല്ലെങ്കിൽ ഓൺലൈൻ ത്രൂ വെബ്സൈറ്റ് വഴി വാങ്ങുന്നതാണ് ലാഭം എന്നൊക്കെ പറയുകയാണെങ്കിലും അത് നമ്മൾ നോക്കി മേടിക്കുമ്പോൾ അതിൽ എത്രത്തോളം നമുക്ക് ലാഭം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ രണ്ടും മേടിച്ച് ചെയ്ത് നോക്കൂ. ഇപ്പോൾ നമുക്ക് ഒരു ഹെഡ് പിന്നിൽ 2 ഗുങ്കുരു ചെയ്തെടുക്കാം. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ 2 ബീഡ്സ് ഇട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. അതല്ല സിംഗിൾ ബീഡ് ഇട്ട് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു കുഞ്ഞു ബീഡും ഒരു വലിയ ബീഡും ഇതുപോലെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കാം. ചിലതിലൊക്കെ കണ്ടിട്ടുണ്ട് ഒരു ഷുഗർ ബീഡും അതിന് കഴിഞ്ഞിട്ടൊരു ക്രിസ്റ്റൽ ബീഡ് അങ്ങനെയൊക്കെ ഇടുന്നത്. ഇതുപോലെ വേണമെങ്കിൽ ചെയ്തെടുക്കാം. ഇതിപ്പോൾ 2 mm ഒരു വൈറ്റ് ബീഡും പിന്നെ ഒരു പിങ്ക് ക്രിസ്റ്റൽ ബീഡുമാണ് ഞാനിപ്പോൾ ഇവിടെ ഇട്ട് കാണിക്കുന്നത്. നമുക്കിങ്ങനെ കളർ കോമ്പിനേഷൻ ഇങ്ങനെ ചെയ്തെടുക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് നമ്മുടെ ആവശ്യം ഏതാണോ അതിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിവിടെ 2 2 mm ഷുഗർ ബീഡല്ല 2 2 mm ബീഡ്സ് വൈറ്റ് പേൾസ് ആണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഇതുപോലെ നമ്മുടെ പ്ലെയർ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മുടെ ആ കമ്പീനെ നല്ല ടൈറ്റായിട്ട് പിടിക്കണം കേട്ടോ. ബീഡുമായിട്ട് നമ്മൾ നല്ല ടൈറ്റായിട്ട് പിടിച്ചതിന് ശേഷം ആ വയറിനെ ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സൊക്കെ യൂസ് ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഗുങ്കുരൂസ് മേക്ക് ചെയ്തെടുക്കാം. പണ്ട് കാലം മുതലേ ഈ ഗുങ്കുരൂസൊക്കെ നമ്മൾ ജ്വല്ലറി മേക്കിങ്ങിനൊക്കെ യൂസ് ചെയ്ത് പണ്ട് രാജാക്കന്മാരൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അവരുടെയൊക്കെ ജ്വല്ലറീസിലെല്ലാം അവർ യൂസ് ചെയ്തുകൊണ്ട് ഈ ഗുങ്കുരൂസ് എല്ലാം നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ഗുങ്കുരു ബീഡ്സ് എന്ന് പറയുന്നത് നമ്മൾ ചിലങ്കയിലൊക്കെ യൂസ് ചെയ്യുന്ന ആ മെറ്റാലിക് ആയിട്ടുള്ള ചെറിയ ബീഡ്സ്, ചെറിയ ചെറിയ കിലുക്കങ്ങളൊക്കെ ഉള്ള ബീഡ്സിനെയാണ് ശരിക്കും ഗുങ്കുരു എന്ന് പറയുന്നത്. പണ്ട് കാലങ്ങളിൽ ചെറിയ ഗുങ്കുരു ബീഡ്സ് ഓർണമെൻറ്റ്സിൽ, നെക്ലസിൽ, ബാംഗിൾസിൽ, ഇയറിങ്സിൽ, ആംഗ്ലെറ്റ്, അതുപോലെ വേസ്റ്റ് ബെൽറ്റ്, ഹെയർ ആക്സസറീസിലൊക്കെ പണ്ട് ഈ നല്ല രാജാക്കന്മാർ അവരൊക്കെ യൂസ് ചെയ്തിരുന്ന മാലകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. പിന്നെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ഫോക്ക്, അതുപോലെ പരമ്പരാഗതമായിട്ട് ഫോക്ക് സ്റ്റൈലിലൊക്കെ ജീവിക്കുന്നത് നാടോടികൾ അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ യൂസ് ചെയ്യുന്നത് പക്ഷേ നമ്മൾ ചിലങ്കയിലൊക്കെ വെക്കുന്ന അത് ബ്രാസ് ബീഡ്സ് വെച്ചിട്ട് സൗണ്ടൊക്കെ നല്ല കിലുകിലാന്നുള്ള സൗണ്ടൊക്കെ വെച്ചിട്ട് അവർ ഫെസ്റ്റിവൽ ടൈംസിലൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ ഈ ഗുങ്കുരൂസാണ്.
പണ്ട് കാലങ്ങളിൽ ഈ സൗണ്ടുള്ള ഗുങ്കുരൂസ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അവരുടെ വിശ്വാസം പ്രകാരം ഈവിൾസിൽ നിന്നൊക്കെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് സൗണ്ട് കേൾക്കുമ്പോൾ ഈവിൾസ് പോകും എന്ന രീതിയിലുള്ള വിശ്വാസങ്ങളുടെയൊക്കെ ഇതിലാണ് അവർ സൗണ്ട് ഉള്ള നമ്മുടെ ചിലങ്കയിലൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്സ് ഗുങ്കുരൂസൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ബ്രൈഡലായി നമ്മുടെ ജ്വല്ലറി കേസിൽ വരുമ്പോൾ ബ്രൈഡലും ഫെസ്റ്റിവൽസ് അങ്ങനത്തെ കാര്യങ്ങളിൽ രാജാക്കന്മാരാണ് അവരുടെ ഓർണമെൻറ്റ്സിൽ അവരുടെ ഫാമിലിയിലുള്ള ആൾക്കാർ ഗുങ്കുരു യൂസ് ചെയ്തിട്ടുള്ള ഓർണമെൻറ്റ്സൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മുടെ ജനറേഷൻസിൽ നോക്കുകയാണെങ്കിൽ കണ്ടംപററി സ്റ്റൈൽസിലായാലും എത്തനിക്കിലായാലും അതുപോലെ ഫാഷൻ ജ്വല്ലറീസ് ഏതൊരു ഇതിലിട്ട് നോക്കിയാൽ നമ്മൾ ഡ്രസ്സിൽ ബ്ലൗസിലൊക്കെ നമ്മളിപ്പോൾ ഗുങ്കുരൂസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാനിന്നിവിടെ ഈ ഗുങ്കുരൂസ് വെച്ചിട്ട് ഒരു മാലയും ഒരു കമ്മലുമാണ് ചെയ്തേക്കുന്നത്. സിമ്പിളായിട്ട് ചെയ്തേക്കുന്നതാണ്. ഗിയർ വയർ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഞാനിപ്പോൾ 2 വയർ കാണിക്കുന്നുണ്ട്. കാരണം ഞാൻ വേറൊരു മോഡലിൽ ചെയ്യാമെന്നാണ് ആദ്യം വിചാരിച്ചത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഗിയർ വയർ കട്ട് ചെയ്തെടുത്തത്. പക്ഷേ അത് ചീറ്റിപ്പോയി. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ പ്ലാൻ 2ലേക്ക് പോകാം. അങ്ങനെ ഞാൻ ഗുങ്കുരൂസും യൂസ് ചെയ്തിട്ട് 2 സൈഡിൽ കുന്തൻ നടുക്ക് സെൻറ്ററിൽ വന്നിട്ട് 2 സൈഡിൽ ഗുങ്കുരൂസ്, പിന്നെ ഇതാ ഈ ബ്ലൂ കളർ ബീഡ്സ് യൂസ് ചെയ്തിട്ട് പിന്നെ അതിനിടയിലെല്ലാം ഗുങ്കുരു ഫില്ല് ചെയ്തു. ലാസ്റ്റ് ഫൈനലായിട്ട് കുറച്ച് വൈറ്റ് പേൾസും ഇട്ട് നമ്മൾ ലോക്ക് ചെയ്ത് ഫിനിഷ് ചെയ്തു. അങ്ങനെയാണ് ഈ മാല ചെയ്തെടുത്തേക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതിന് നമുക്ക് ആവശ്യാനുസരണം നമ്മൾ ഗുങ്കുരൂസ് നമ്മുടെ റിക്വയർമെൻറ്റിനനുസരിച്ച് നമ്മളിതെല്ലാം സെറ്റാക്കി നേരത്തെ വെച്ചാൽ മതി. ഇതിപ്പോൾ ഒരു കസ്റ്റമർക്ക് വേണ്ടി ചെയ്ത മാലയാണ്. അതിനകത്ത് അവരുടെ സാരിയിലെ ബോർഡർ വരുന്നത് ബ്ലൂ കളറാണ്, പിന്നെ ഓഫ് വൈറ്റ്. അപ്പോൾ അത് രണ്ടിൻ്റെ കോമ്പിനേഷനായിട്ടാണ് ചെയ്തേക്കുന്നത്. ഇനി അടുത്തൊരു ഒരു കമ്മലാണ് ചെയ്യുന്നത്. അത് ഞാൻ ആദ്യം കാണിച്ച ഗുങ്കുരൂസ് 2 ബീഡ്സ് വെച്ച് ചെയ്ത ഗുങ്കുരുവും പിന്നെ അല്ലാതെ ഒരു വലിയ ബീഡും വെച്ച് ചെയ്ത ഗുങ്കുരു. അതിൽ 2 കുഞ്ഞ് ഗുങ്കുരൂസും പിന്നെ സെൻട്രലായിട്ട് ഒരു വലിയ ഗുങ്കുരുവും കൂടി വെച്ച് ജം റിങ് ക്ലോസ് ചെയ്ത് മാറ്റുക. അങ്ങനെ ഒരു ചെവിയിലേക്ക് 4 ചെയ്തെടുത്തു. 4 ടൈപ്പ് ചെയ്തെടുത്തിട്ട് പിന്നെ അത് നമ്മൾ ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് ഇപ്പോൾ മാലയായാലും കമ്മലായാലും വേണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. നിങ്ങളുടെ ആവശ്യമനുസരണം നല്ല റീസണബിളായ റേറ്റിൽ ചെയ്തു തരുന്നതായിരിക്കും. ബാക്ക് ടു കമ്മൽ. കമ്മൽ നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യം നമ്മളിത് ഇതുപോലെയാണ് ഗുങ്കുരൂസ് എല്ലാം കൂടി ഓരോ ജംറിങ്ങിനകത്ത് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു ജംറിങ്ങിൽ 3 ആണ്, ഒരു വലിയ ഗുങ്കുരും പിന്നെ 2 ചെറുതും. അപ്പോൾ ഇതിൽ ഞാൻ ഇപ്പോൾ എല്ലാം അങ്ങോട്ടും 2 കമ്മലിനകത്തേക്ക് സെപ്പറേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഒരു ജംറിങ് എടുത്തിട്ട് അതിനകത്തേക്ക് ഒരു ഗുങ്കുരു സെറ്റിട്ട് അതിനെ നമുക്ക് കമ്മലിൻ്റെ ബേസിലേക്ക് അറ്റാച്ച് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ആദ്യം ഇപ്പോൾ അറ്റാച്ച് ചെയ്തേക്കുന്ന ഗുങ്കുരുവിൻ്റെ ഇതിലേക്ക് വേറൊരു ജംറിങ് എടുത്ത് അതിലേക്ക് നമുക്ക് നമ്മൾ സെക്കൻഡും ചേർത്ത് ആദ്യത്തേലേക്ക് കയറ്റാം. അത് കഴിഞ്ഞ് വീണ്ടും ജംറിങ്ങിനകത്ത് ഗുങ്കുരൂസ് ഇട്ടിട്ട് രണ്ടാമത്തേതിലേക്ക്. അങ്ങനെയാണ് നമ്മൾ 4 എണ്ണവും കണക്ട് ചെയ്ത് എടുത്തേക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ 2 കമ്മലും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കമ്മലിൻ്റെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഗുങ്കുരു വെച്ച് ഉണ്ടാക്കിയ 2 സാധനങ്ങൾ കാണിച്ചു തരാം. ഇതാ ഒരു മാലയും ചെയ്തിട്ടുണ്ട്, പിന്നെ അടിപൊളി ഒരു കമ്മലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗുങ്കുരൂസ് വെച്ച് ചെയ്തതാണ്. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതും ഒന്ന് പറഞ്ഞു തന്നാൽ നന്നായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ.